എല്ലാവർക്കും ബെസ്റ്റ് ബെറ്റ് പി എസ് സി എന്ന ചാനലിലേക്ക് സ്വാഗതം. നൗണുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമുക്ക് നൗണുമായി ബന്ധപ്പെട്ട് പൊസസീവ് കേസ് എങ്ങനെയൊക്കെയാണ് പി എസ് സിക്ക് വരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് നൗണുമായി ബന്ധപ്പെട്ട് വരുന്ന പൊസസീവ് കേസ് എന്താന്ന് നോക്കാം. ഈ പൊസസീവ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിന് മറ്റൊരു നൗണുമായുള്ള ബന്ധം, റിലേഷൻ, ഉടമസ്ഥത, അവ തമ്മിലുള്ള ഉടമസ്ഥത, ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ, അധികാരം, കൈവശാവകാശം എന്നിങ്ങനെ പറയാം. ഇവ തമ്മിലുള്ള രണ്ട് നൗണുകൾ തമ്മിലുള്ള ബന്ധം, റിലേഷൻ, ഉടമസ്ഥത, കൈവശാവകാശം അല്ലെങ്കിൽ അധികാരം, ഇവയെ സൂചിപ്പിക്കാനാണ് നമ്മൾ പൊസസീവ് കേസ് ഉപയോഗിക്കുന്നത്. നൗണുമായി ബന്ധപ്പെട്ട പൊസസീവ് കേസ് നമുക്ക് മൂന്ന് രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. നൗണുമായി ബന്ധപ്പെട്ട പൊസസീവ് കേസ് മൂന്ന് രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, വിത്ത് അപ്പോസ്ട്രഫി എസ്, അതായത് അപ്പോസ്ട്രഫി എസ് ഉപയോഗിച്ച് ഒരു നൗണിന് മറ്റൊരു നൗണുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കാം. അല്ലെങ്കിൽ വിത്ത് അപ്പോസ്ട്രഫി, ഈ എസ് കാണില്ല, മുകളിൽ അപ്പോസ്ട്രഫി മാത്രമേ കാണൂ, അങ്ങനെ ഒരു നൗണിന് മറ്റൊരു നൗണുമായുള്ള പൊസഷൻ സൂചിപ്പിക്കാം. അല്ലെങ്കിൽ വിത്ത് പ്രിപ്പോസിഷൻ ഓഫ്, ഈ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് ഒരു നൗണിന് മറ്റൊരു നൗണുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കാം. അപ്പോൾ പൊസഷൻ സൂചിപ്പിക്കുന്നത് മൂന്ന് രീതിയിലാണ്. വിത്ത് അപ്പോസ്ട്രഫി എസ്, അപ്പോസ്ട്രഫി എസ് ഉപയോഗിച്ച്, വിത്ത് അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കാതെ അപ്പോസ്ട്രഫി മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ വിത്ത് പ്രിപ്പോസിഷൻ ഓഫ്, ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച്. ഈ മൂന്ന് രീതിയിലാണ് ഒരു നൗണിന് മറ്റൊരു നൗണുമായിട്ടുള്ള പൊസഷൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന്, വിത്ത് അപ്പോസ്ട്രഫി എസ്. അപ്പോസ്ട്രഫി എസ് ഉപയോഗിച്ച് നമ്മൾ എവിടേക്കാണ് പൊസഷൻ സൂചിപ്പിക്കുന്നത്, പൊസഷൻ കാണിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ലിവിങ് സിംഗുലർ നൗൺ, അതായത് ജീവനുള്ള ഏകവചന നാമത്തിന്റെ കൂടെ, ലിവിങ് സിംഗുലർ നൗൺ, ജീവനുള്ള ഏകവചന നാമം, ജീവനുള്ള ഏകവചന നാമം, അതിന്റെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഗീതയുടെ ബുക്ക്. ഇവിടെ ഗീത എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ പൊസഷൻ അല്ലെ ബുക്കിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഗീതയുടെ ബുക്ക് നമുക്ക് എങ്ങനെ എഴുതാം? ഗീത എന്ന് എഴുതുക, മുകളിൽ ഒരു കോമ, അപ്പോസ്ട്രഫി എസ്, ഗീതാസ്, ഗീതയുടെ ബുക്ക്, ഗീതാസ് ബുക്ക്, ഇങ്ങനെ എഴുതാം നമുക്ക്. രണ്ടാമത്തത്, ബാബുവിന്റെ വീട്. അപ്പൊ ബാബു എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ ഒരു പൊസഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ബാബു എന്ന് എഴുതുക, ആദ്യം അപ്പോസ്ട്രഫി ഇടുക, എസ് ഇടുക, അപ്പോസ്ട്രഫി എസ്, ബാബൂസ്, ബാബുവിന്റെ എന്നുള്ള അർത്ഥത്തിൽ വരും. ബാബൂസ് വീട്, ഹൗസ്, ബാബൂസ് ഹൗസ്, ബാബുവിന്റെ വീട് എന്നുള്ള അർത്ഥത്തിൽ വരും. ഒരു പെൺകുട്ടിയുടെ സ്വപ്നം, എങ്ങനെ എഴുതാം? പെൺകുട്ടി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു നാമമാണ്. അപ്പൊ നമുക്ക് ഇവിടെ അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കാം. അപ്പൊ ഒരു പെൺകുട്ടി എന്നുള്ളതിന് നമുക്ക് എ ഗേൾ എന്ന് എഴുതാം. എ ഗേൾ, പെൺകുട്ടിയുടെ, ഉടെ എന്നുള്ള അർത്ഥത്തിൽ ആണ് വന്നേക്കുന്നത്, ഒരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ അപ്പോസ്ട്രഫി ഇടുക, എസ് ഇടുക. എ ഗേൾസ് സ്വപ്നം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഡ്രീം എന്ന് പറയും, ഡ്രീം എന്ന് എഴുതാം. എ ഗേൾസ് ഡ്രീം, ഒരു പെൺകുട്ടിയുടെ സ്വപ്നം. അപ്പോ അപ്പോസ്ട്രഫി എസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ജീവനുള്ള ഏകവചന നാമത്തിന്റെ കൂടെയാണ് അപ്പോസ്ട്രഫി എസ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എസ്സിൽ അവസാനിക്കാത്ത പ്ലൂറൽ നൗണിന്റെ കൂടെ. സാധാരണയായി ഏകവചന നാമത്തിന്റെ അവസാനം എസ് എന്നോ ഇ എസ് എന്നോ ഐ എസ് എന്നോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുവചന നാമം കിട്ടും. എന്നാൽ എസ് ചേരാതെ പ്ലൂറൽ ഫോമിൽ നിൽക്കുന്ന നാമങ്ങളും ഉണ്ട്. അത്തരത്തിൽ വരുന്ന നാമങ്ങളാണെങ്കിൽ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് അവയുടെ എന്നുള്ള അർത്ഥത്തിൽ അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കണം. എസ്സിൽ അവസാനിക്കാത്ത പ്ലൂറൽ നൗണിന്റെ കൂടെ നമ്മൾ അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കാം, അവയുടെ എന്നുള്ള ഒരു പൊസഷനെ സൂചിപ്പിക്കാൻ. ഇവിടെ നോക്കിയേ, കുട്ടികളുടെ കളിപ്പാട്ടം എന്നാണ്. അപ്പൊ കുട്ടികളുടെ എന്നാണ് വന്നിരിക്കുന്നത്. കുട്ടി എന്നുള്ളതിന് നമ്മൾ ചൈൽഡ് എന്നാണ് പറയുന്നത്. കുട്ടി എന്നുള്ളതിന് ചൈൽഡ്. ഇതിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ചിൽഡ്രൻ എന്നാണ്. ചിൽഡ്രൻ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആണ്.
എന്നാൽ ഇതിന്റെ അവസാനം എസ് ഇല്ല. അപ്പൊ നമുക്ക് കുട്ടികളുടെ എന്നുള്ള അർത്ഥത്തിൽ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കാം. ചിൽഡ്രൻസ്, കളിപ്പാട്ടം എന്നുള്ളതിന് നമുക്ക് ടോയ് എന്ന് പറയാം. ചിൽഡ്രൻസ് ടോയ്, കുട്ടികളുടെ കളിപ്പാട്ടം. അടുത്ത് നോക്കിയേ, വനിതാ കോളേജ്. വനിതാ കോളേജിന് സാധാരണ നമ്മൾ പറയാറുള്ളത് വിമൻസ് കോളേജ് എന്നാണ്. വിമൻസ് കോളേജ് എന്നാണ്. വിമൺ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്, വനിതകൾ എന്നുള്ള അർത്ഥത്തിൽ വരും. വുമൺ എന്നുള്ളതാണ് അതിന്റെ സിംഗുലർ, WOMAN. വുമൺ എന്നുള്ളത് സിംഗുലർ ഫോം ആണ്, വിമൺ എന്നുള്ളത് അതിന്റെ പ്ലൂറൽ ഫോം ആണ്. ഇതിൽ എസ്സിൽ അവസാനിക്കുന്നില്ല, പ്ലൂറൽ ഫോം ആണ്. അങ്ങനെയുള്ളതിന്റെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കും. വിമൻസ് കോളേജ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ജനങ്ങളുടെ പിന്തുണ. ജനങ്ങൾ എന്നുള്ളതിന് നമുക്ക് പീപ്പിൾ എന്ന് എഴുതാം. പീപ്പിൾ എന്ന് പറയുന്നത് ബഹുവചന രൂപമാണ്, പ്ലൂറൽ ഫോം ആണ്, എസ് ചേർന്നിട്ടില്ല. അപ്പോ ജനങ്ങളുടെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്പോസ്ട്രഫി എസ് ഇടാം. പീപ്പിൾസ്. പിന്തുണ. പിന്തുണ എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ സപ്പോർട്ട് എന്ന് എഴുതാം. സപ്പോർട്ട്. പീപ്പിൾസ് സപ്പോർട്ട്. ജനങ്ങളുടെ പിന്തുണ എന്ന് എഴുതാം. അപ്പോ അപ്പോസ്ട്രഫി എസുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് ആണ് ഓർമ്മയിൽ വയ്ക്കാനുള്ളത്. ഒന്ന്, ജീവനുള്ള സിംഗുലർ നാമങ്ങളുടെ കൂടെ അവയുടെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കും. രണ്ടാമത്, എസ്സിൽ അവസാനിക്കാത്ത പ്ലൂറൽ നൗണുകളുടെ കൂടെ അവയുടെ പൊസഷനെ സൂചിപ്പിക്കാനും നമ്മൾ അപ്പോസ്ട്രഫി എസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. വിത്ത് അപ്പോസ്ട്രഫി. ഈ അപ്പോസ്ട്രോഫി മാത്രം ഉപയോഗിച്ച് പൊസഷനെ സൂചിപ്പിക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. അതായത് അപ്പോസ്ട്രോഫി മാത്രമേ കാണൂ, അതിലൂടെ എസ് കാണില്ല. അതാണ് വിത്ത് അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. എസ്സിൽ അവസാനിക്കുന്ന നൗണുകളുടെ കൂടെ അവയുടെ പൊസഷനെ സൂചിപ്പിക്കാൻ നമ്മൾ അപ്പോസ്ട്രോഫി മാത്രമേ ഉപയോഗിക്കൂ. എസ്സിൽ അവസാനിക്കുന്ന നൗണുകളുടെ കൂടെ അവയുടെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അപ്പോസ്ട്രോഫി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഹിസിങ് സൗണ്ടിൽ അവസാനിക്കുന്ന നൗണിന്റെ കൂടെയും നമ്മൾ അപ്പോസ്ട്രഫി മാത്രമേ യൂസ് ചെയ്യൂ. ഈ ഹിസിങ് സൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഹിസിങ് സൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നൗണിന്റെ അവസാനം എസ് എന്ന ഉച്ചാരണത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ എസ് എന്ന ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന നൗണുകളുടെ കൂടെ അവയുടെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അപ്പോസ്ട്രഫി മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോസ്ട്രഫി എസ് യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പൊ ഏതൊക്കെ പോയിന്റാ പറഞ്ഞത്? എസ്സിൽ അവസാനിക്കുന്ന നൗണ്, അപ്പൊ അത് പ്ലൂറൽ ആയിരിക്കും. അവയുടെ കൂടെ അവയുടെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അപ്പോസ്ട്രഫി മാത്രം യൂസ് ചെയ്യുക. ഹിസിങ് സൗണ്ട്, എസ് ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ, അവസാന ഭാഗം എസ് ഉച്ചാരണമായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ അപ്പോസ്ട്രഫി മാത്രം യൂസ് ചെയ്യുക. അപ്പോസ്ട്രഫി എസ് എഴുതാൻ പാടില്ല. എക്സാമ്പിൾ നോക്കാം. ബോയ്സ് ഹോസ്റ്റൽ. ബോയ്സ് ഹോസ്റ്റൽ. ബോയ്സ്. ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ് വരുന്നത്. ആൺകുട്ടികളുടെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ ബോയിയുടെ എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്, ആൺകുട്ടികളുടെ. അപ്പൊ ബോയ്സ് ഇത് പ്ലൂറൽ ഫോം ആണ്, ബോയ്സ് ആൺകുട്ടികളുടെ. അപ്പൊ ഇതിന്റെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് ഇനി ഒരു അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കരുത്, ഒരു അപ്പോസ്ട്രഫി മാത്രം ഉപയോഗിക്കുക ഇവിടെ. ബോയ്സ്. ബോയ്സിന്റെ എന്നുള്ള അർത്ഥം വന്നു. ഹോസ്റ്റൽ. ഹോസ്റ്റൽ. ബോയ്സ് ഹോസ്റ്റൽ. ഇവിടെ എന്തുകൊണ്ടാണ് അപ്പോസ്ട്രഫി മാത്രം ഇട്ടത്? ബോയ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആണ് ഇവിടെ വരുന്നത്, ആൺകുട്ടികളുടെ, ബോയ്സിന്റെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ പ്ലൂറൽ ഫോമിന് ശേഷം, എസ്സിൽ അവസാനിക്കുന്ന പ്ലൂറൽ ഫോമിന് ശേഷം നമ്മൾ അപ്പോസ്ട്രഫി എസ് ഒന്നും കൂടെ ഇടത്തില്ല, അനുപകരം അപ്പോസ്ട്രഫി മാത്രമേ ഉപയോഗിക്കൂ. അപ്പൊ ബോയ്സ് ഹോസ്റ്റൽ, ബോയ്സിന്റെ, ആൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്നുള്ള അർത്ഥം. ജോലിക്കാരുടെ ഡിമാൻഡ്. ജോലിക്കാർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്ക് വർക്കേഴ്സ് എന്ന് പറയാം. വർക്കേഴ്സ്. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ജോലിക്കാർ. അവരുടെ എന്ന് പറയുമ്പോൾ അവരുടെ പൊസഷൻ, അവരുടെ ഡിമാൻഡ്, അവരുടെ. അപ്പൊ അവരുടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ അപ്പോസ്ട്രഫി മാത്രം ഇടുക, അപ്പോസ്ട്രഫി എസ് ഇടരുത്. കാരണം വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എസ്സിൽ അവസാനിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും ഒരു അപ്പോസ്ട്രഫി എസ് ഇടരുത്. ഇവിടെ അപ്പോസ്ട്രഫി മാത്രം ഇടുക. വർക്കേഴ്സ് ഡിമാൻഡ്. ഇത് വർക്കേഴ്സ് ഡിമാൻഡ് എന്ന് വായിക്കും, ജോലിക്കാരുടെ ഡിമാൻഡ് എന്ന് മലയാളത്തിൽ അർത്ഥം. ഡോക്ടർമാരുടെ സമരം. ഡോക്ടർമാരുടെ. ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ഫോം ആണ്, എസ് ഇട്ട് കഴിയുമ്പോൾ അത് പ്ലൂറൽ ഫോം ആയി, ഡോക്ടേഴ്സ് എന്നായി. അപ്പൊ ഡോക്ടർമാരുടെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ അപ്പോസ്ട്രഫി മാത്രം ഇടുക. ഡോക്ടേഴ്സ് സമരം, സ്ട്രൈക്ക്. സ്ട്രൈക്ക്. ഡോക്ടർമാരുടെ സമരം, ഡോക്ടേഴ്സ് സ്ട്രൈക്ക്.
അടുത്ത ഹിസിങ് സൗണ്ട്. ഹിസിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എസ് ഉച്ചാരണത്തിൽ അവസാനിക്കും. സമാധാനത്തിന് വേണ്ടി എന്നുള്ളത് നമ്മൾ ഫോർ പീസ് സേക്ക് എന്ന് എഴുതും. അപ്പൊ പീസ് എന്ന് എഴുതുമ്പോൾ പീസ് സമാധാനത്തിന് വേണ്ടി എന്നുള്ളത് പീസ്. അപ്പൊ ഇവിടെ അപ്പോസ്ട്രഫി ഇടുക. അപ്പൊ ഇവിടെ അപ്പോസ്ട്രഫി ഇട്ട് എസ് ഇടാൻ പാടില്ല. കാരണം പീസ് എന്ന് പറയുന്ന വേർഡ് ഒരു ഹിസിങ് സൗണ്ടിലാണ് അവസാനിക്കുന്നത്. പീസ് എന്ന് പറയുന്ന വേർഡ് ഒരു ഹിസിങ് സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇവിടെ അപ്പോസ്ട്രഫി മാത്രമേ ഇടാൻ പാടുള്ളൂ, അപ്പോസ്ട്രഫി എസ് ഇടരുത്. അപ്പൊ ഫോർ പീസ് സേക്ക്. അപ്പൊ ഫോർ പീസ് സേക്ക് എന്ന് പറയുമ്പോൾ പീസ് എന്ന് എഴുതുക, അപ്പോസ്ട്രഫി എസ് ഇടാതെ മുകളിൽ അപ്പോസ്ട്രഫി ഇടുക. എന്തുകൊണ്ടാണ് പീസിന്റെ കൂടെ നമ്മൾ അപ്പോസ്ട്രഫി മാത്രം ഇട്ടത്? കാരണം അത് ഹിസിങ് സൗണ്ടിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അപ്പോസ്ട്രഫി മാത്രം ഇട്ടത്. നീതിക്ക് വേണ്ടി ഇതേപോലെ ഫോർ നീതി എന്നുള്ളതിന് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഹിസിങ് സൗണ്ടിലാണ് ഈ ജസ്റ്റിസ് അവസാനിക്കുന്നത്. അപ്പം നീതിക്ക് വേണ്ടി എന്നുള്ള പൊസഷൻ വരുന്നുണ്ട്. ഇവിടെ അപ്പോസ്ട്രഫി മാത്രം ഇടുക, എസ് ഇടരുത്. ജസ്റ്റിസസ് നയിപ്പോ അങ്ങനെ ഇടരുത്. ജസ്റ്റിസ് സേക്ക്, ഫോർ ജസ്റ്റിസ് സേക്ക്, നീതിക്ക് വേണ്ടി. ഇവിടെ എന്തുകൊണ്ടാണ് അപ്പോസ്ട്രഫി മാത്രം ഇട്ടത്? ഹിസിങ് സൗണ്ട് ആയ എന്ന് പറയുന്ന ഒരു ഹിസിങ് സൗണ്ടില് ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്ക് അവസാനിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ അപ്പോസ്ട്രഫി മാത്രം ഇട്ടത്. അടുത്തതായി ഓഫ് ഉപയോഗിച്ച് നമുക്ക് പൊസഷനെ എങ്ങനെ സൂചിപ്പിക്കാമെന്ന് നോക്കാം. നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കൾ. നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കളുടെ പൊസഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ദ ടേബിൾസ് ലെഗ് എന്നാണ് തന്നേക്കുന്നത്. ഇത് SSCക്ക് പ്രീവിയസ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തെറ്റാണ്. സെന്റൻസ് കറക്ഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത് തെറ്റാണ്. ഇതിന്റെ ശരിയായിട്ട് വരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ടേബിൾ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്, ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവാണ്. അപ്പൊ അതിന്റെ ലെഗ് എന്നുള്ള അർത്ഥത്തില് നമ്മൾ രണ്ടാമത് തന്നിരിക്കുന്ന നൗണിനെ എടുത്ത് ആദ്യം എഴുതും. നമുക്കിവിടെ ലെഗ് എന്നുള്ളത് ആദ്യം എഴുതണം. അതിനുശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ എഴുതണം. അതിനുശേഷം ആദ്യത്തെ നൗൺ എഴുതണം, ദി ടേബിൾ. ഇങ്ങനെയാണ് ശരിയായി എഴുതുന്നത്. ലെഗ് ഓഫ് ദി ടേബിൾ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെയും ദി ഹൗസസ് റൂഫ് എന്നാണ് വന്നിരിക്കുന്നത്. ഇതും തെറ്റാണ്. കാരണം ഹൗസ് എന്ന് പറയുന്നത് ഒരു നോൺ ലിവിങ് തിങ് ആണ്, ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. അപ്പോ നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം, ശരിയാക്കി എഴുതാം? രണ്ടാമത് തന്നിരിക്കുന്ന നൗണിനെ ആദ്യം എഴുതണം, റൂഫ് എന്നുള്ളത് ആദ്യം എഴുതി, അതിനുശേഷം ഓഫ് എഴുതുക, അതിനുശേഷം ആദ്യം തന്നിരിക്കുന്ന നൗണ് ലാസ്റ്റ് എഴുതുക, റൂഫ് ഓഫ് ദി ഹൗസ്. അപ്പൊ സാധാരണയായി നോൺ ലിവിങ് തിങ്സിനെയാണ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് നമ്മൾ പൊസഷനെ കാണിക്കുന്നത്, പൊസഷൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ജീവനുള്ള വസ്തുക്കളുടെ പൊസഷനെ സൂചിപ്പിക്കാനാണ് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുന്നതെന്ന്. എന്നാൽ രാജ്യം, സംസ്ഥാനം, ഒരു കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഇവ ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണല്ലോ, രാജ്യവും സംസ്ഥാനവും. ഇവയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് ആനിമൽസ്, മൃഗങ്ങൾ, ബേർഡ്സ്, ഇവയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവയെ കുറിച്ചുള്ള ബന്ധം, പൊസഷൻ, ഇവയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് രണ്ടും നല്ലതുപോലെ നോക്കി വെച്ചേക്കുക. രാജ്യം, സംസ്ഥാനം, കൺട്രി, സ്റ്റേറ്റ്, ഇവയുടെ കൂടെ നമ്മൾ അപ്പോസ്ട്രോഫി എസ് ചേർക്കാറുണ്ട്, ഇവയുടെ എന്നുള്ള അർത്ഥത്തില്. ഇന്ത്യയുടെ ഭാവി, നമ്മളിവിടെ ഇന്ത്യ എന്ന് എഴുതും, ഇന്ത്യയുടെ എന്നുള്ളതിന് നമ്മൾ അപ്പോസ്ട്രോഫി എസ് ഉപയോഗിക്കും. ഇന്ത്യയുടെ എന്നുള്ള അർത്ഥത്തിൽ വരും. ഇന്ത്യാസ്. ഭാവി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ എന്ന് എഴുതും, ഇന്ത്യാസ് ഫ്യൂച്ചർ. കേരളത്തിന്റെ കാലാവസ്ഥ, കേരള എന്ന് എഴുതും. കേരളത്തിന്റെ എന്നുള്ളതിന് അപ്പോസ്ട്രോഫി എസ്, കേരളാസ്. അപ്പോസ്ട്രോഫി എസ് കേരളയുടെ കൂടെ ഇടാം, അത് ശരിയാണ്. കേരളാസ് വെദർ, കേരളാസ് വെദർ, കേരളത്തിന്റെ കാലാവസ്ഥ. ഒരു പക്ഷിയുടെ കൂട്, ഒരു പക്ഷി എന്നുള്ളതിന് നമുക്ക് എ ബേർഡ് എന്ന് എഴുതാം. കൂടെ എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ പൊസിഷനെ സൂചിപ്പിക്കാനായിട്ട് അപ്പോസ്ട്രോഫി എസ് ഇടാം. എ ബേർഡ്സ് നെസ്റ്റ്, കൂട് എന്നുള്ളതിന് നെസ്റ്റ് എന്ന് എഴുതാം.
എ ബേർഡ്സ് നെസ്റ്റ്, ഒരു പക്ഷിയുടെ കൂട്. അപ്പോൾ രാജ്യം കൺട്രി, സംസ്ഥാനം സ്റ്റേറ്റ്, ആനിമൽസ് ബേർഡ്സ്, ഇവയുടെ കൂടെ ഇവയുടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അപ്പോസ്ട്രഫി എസ് യൂസ് ചെയ്യാറുണ്ട്. നൗണുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.